വെല്ലുമേ യാ വെല്ലുമേ വെല്ലുമേ കൂട്ടുകാരൻ പിന്നെ കൂട്ടുകാരൻ. അപ്പൊ ഓന് ഇവിടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും എപ്പോഴും കണ്ടിട്ട്. അല്ല ഈ ടിക്ടോക്ക് വീഡിയോ ഇട്ടോണ്ടായത്. കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വയസ്സാണ് രണ്ടുപേർക്കും? അങ്ക് 18, ഏട്ടന് 21. 2026 തുടങ്ങിയത് മുതൽ സോഷ്യൽ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട മറ്റൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറായ നമ്മുടെ ആദൂർ സ്വദേശി ചിന്നുപ്പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവം തീർച്ചയായിട്ടും മലയാളികളെ തികച്ചും ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ സ്വാധീനിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇവർക്ക് ചെറിയ അസ്വാരസ്യങ്ങളോ ചെറിയ സങ്കടങ്ങളോ താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാസർഗോഡ് വാടക കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നമ്മുടെ ചിന്നുപ്പാപ്പു എന്നറിയപ്പെടുന്ന കെ രശ്മയെ കണ്ടെത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം ആ കയറ് പൊട്ടി താഴെ വീണ രശ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവരുടെ സുഹൃത്തിലേക്ക് അന്വേഷണം നീളുന്നുണ്ട് എന്നും ഇപ്പോൾ പോലീസിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചിന്നിപ്പാപ്പു എന്ന് പറയുന്ന ആളെ ആരാണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് ഭാഷയിൽ തനിത് സംസാരം കൊണ്ട് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ താരമാണ്. നമുക്ക് അവരുടെ ചെറിയ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസിൻ്റെ ചെറിയ ഒരു ഭാഗം നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. അപ്പൊ കുറച്ച് കോഴി മേടിച്ചിന്. ബോയിലർ കോഴി അല്ലാതെ ബോയിലർ കോയിന്റെ അച്ഛനും അമ്മയാന്നാണ് പറഞ്ഞ ആ പീഡിയക്കാരന്. ഇവിടെ ടൈസൺ കോഴി എന്ന് പറയുന്ന നിങ്ങൾ അവിടെ പറയുന്നെങ്കിൽ പറയുമെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടാം. നല്ല ഉറപ്പുള്ള കോഴിയാകെ. അപ്പൊ ഇന്നൊരു സുക്കാക്കിയെങ്കിൽ എന്താ ബാ സുക്കൻ്റെ തന്നെ മസാല പീടിയിൽ ചോദിച്ചെങ്കിൽ കിട്ടുന്നതൊക്കെ. ആ സുക്കൻ്റെ മസാല കോഴി വേകുമ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഭർത്തയില്ല തേങ്ങ നമ്മൾ ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് ബറക്കണം. ആദ്യം തന്നെ തേങ്ങന എന്നിട്ട് ചട്ടിയിലിട്ടിട്ട് ഭർത്ത തേങ്ങയും നല്ല അങ്ങനെ വേകുമ്പോൾ ആഡാക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കരിയാമ്പിച്ചപ്പല പിന്നെ നമുക്ക് ടേസ്റ്റ് ആക്കാം. ഞങ്ങളെ സുക്കയുടെ റെഡി ആയി നല്ല മജയുണ്ട്. നമ്മളെ കാസർഗോട്ടാറ് അധികം സുക്ക. എന്റെ വീട്ടിലല്ല സുക്ക എന്ന് പറയൂ. നിങ്ങൾ അവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടാം. നല്ല അടിപൊളിയായിട്ട് വെച്ചിന്. എന്റെ തറവാട്ടിൽ അല്ലെങ്കിൽ എന്റെ വെക്കൽ കഴിച്ച് ഇതേ ടേസ്റ്റ്. അപ്പൊ ഞാൻ എന്റെ ബെല്ലിമേനോട് ചോദിച്ചിട്ട് വെച്ചേക്കാം. അപ്പോൾ ഈ റീൽസ് കണ്ടപ്പോൾ തന്നെ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് സംസാര ഭാഷയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഒരുപാട് ഇവരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഏകദേശം 56,000-ഓളം ഫോളോവേഴ്സും അവരെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്കും എല്ലാവരെയും സ്വാധീനം ചെലുത്തിയ ഒരു ക്യാരക്ടറാണ് ഇവരുടെ സംസാര ഭാഷ വളരെ പുതുമയുള്ളതും അതുപോലെ തന്നെ അവതരണ ശൈലിയെല്ലാം വളരെ പുതുമ നിലനിർത്തുന്നതുമാണ്. അത് തന്നെയാണ് നമ്മളെ ആകർഷിക്കുന്നത്. എന്നാൽ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇവർ അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യ വിവാഹം ഒഴിവായത് ഏകദേശം 1 മാസം മുമ്പാണ്. ആ വിവാഹം തന്നെ സ്നേഹിച്ച് ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് എന്ന് പറയുന്നത് പ്രജുൽ എന്ന ഒരു ആളായിട്ടായിരുന്നു ആദ്യത്തെ കല്യാണം കഴിഞ്ഞത്. പക്ഷെ അതും ദാമ്പത്യ ജീവിതം 3 വർഷത്തോളം മാത്രമേ നിലനിന്നുള്ളൂ. അതും ഇപ്പോൾ ഒഴിവായി. അതിനുശേഷം ഇപ്പോൾ പുതിയ ഒരു സുഹൃത്തിനോടൊപ്പമാണ് കാസർഗോഡ് വാടക കോട്ടേഴ്സിൽ ഈ സ്ത്രീ താമസിച്ചിരുന്നത്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇവരുടെ അച്ഛൻ നൽകുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. ചിന്നു പാപ്പുവിന്റെ മരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകെ സജീവമായി ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് 2 ലക്ഷത്തിലധികം ഫോളോവർ ഉണ്ടായിരുന്ന ഒരു വ്ളോഗറാണ് ചിന്നു. മാത്രമല്ല കാസർഗോഡിന്റെ തനത് ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആളുകളിലേക്ക് എത്തിപ്പെട്ട ഒരു വ്ളോഗർ കൂടിയാണ് ചിന്നു. അത്രയും സന്തോഷത്തിലാണ് ചിന്നു എപ്പോഴും വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലതവണ ചിന്നുവിന്റെ ഫോളോവേഴ്സ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസ് പറഞ്ഞത് അതിലൊരു അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ചിന്നുവിന്റെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും പറഞ്ഞത് ചിന്നു ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു സുഹൃത്തിനോടൊപ്പമായിരുന്നു. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാഥമികമായി കുടുംബത്തിന്റെ. അതിനുശേഷമാണ് ഈ സുഹൃത്തിനെ ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് CA ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. സുഹൃത്തിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക
ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബം പറയുന്നതാണ്. അത്തരത്തിലുള്ള സൂചന ചിന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്നുവിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ പോലീസിന് വിശദമായി തന്നെ ഈ ആൺസുഹൃത്തിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആത്മഹത്യാക്കുറിപ്പൊന്നും ഈ പറയുന്ന മുറിയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരിക. ഏതായാലും ചിന്നുവിന്റെ മരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുകയായിരുന്നു. കെ രശ്മ എന്ന് പറയുന്ന ചിന്നു പാപ്പു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മകൻ അച്ഛൻ്റെ കൂടെയാണ് താമസം. അവർ ഒറ്റക്കാണ് ഇവിടെ താമസിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്ത് ജോലിക്ക് പോയ സമയത്താണ് രശ്മ ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവർ തമ്മിൽ ഏതാനും ദിവസങ്ങളായി കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് തന്നെയാണ് ആത്യന്തികമായിട്ട് അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്, രേഷ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ നോക്കിയ സമയത്തോളം തീർച്ചയായിട്ടും ഒരു എടുത്തുചാട്ടമാണ് അവരുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും അവരുടെ പഴയ ഇൻ്റർവ്യൂകളെല്ലാം കാണുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവർ ആദ്യ കല്യാണം തന്നെ കണ്ടുമുട്ടിയ ഈ പ്രജുൽ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇവരെ കല്യാണം കഴിക്കുന്നത്. ആ ഒക്കെ വീഡിയോയിൽ വളരെ പച്ചക്ക് അവർ പറയുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അവരുടെ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ ഓന് ഇവിടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും എപ്പോഴും. അല്ല ഈ ടിക്ടോക്ക് വീഡിയോ ഇട്ടോണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ടൗണിൽ നിന്ന് കണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ടൗണിന്ന് കണ്ടതല്ലേ പറ്റി. ടൗണിന്ന് ഏട്ടന്റെ ശരിക്കും ലോറെ കണ്ടിട്ട് വരുന്നത്. അല്ലല്ല അത് ശരി, നോട്ട് പോയിന്റ്. വേറൊരാളുടെ ഇതിന് നോക്കരുത്, പക്ഷെ ആൾക്ക് ലവറുണ്ട് എന്നാലും നോക്കാന്ന്. ആള് കണ്ടിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് ഓന്റെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടിട്ട് വരുന്നല്ല, കാണാൻ പോകുന്ന ആളെ കാണാൻ പോകുന്ന. അപ്പൊ നിങ്ങൾ കാണാൻ പോവാൻ തന്നെയാണ് റെഡി ചെയ്ത്? ഇല്ല, നമ്മള് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ കണ്ടിട്ട് മാത്രം അറിയുന്നത് ഞമ്മക്ക് രണ്ടാക്കും. ആദ്യമായിട്ടാണ് ഏട്ടന്റെ ലോറിയുടെ ആടെ നിന്നിട്ട് കൊണ്ടുവന്നുണ്ട്. ടൈം പാസ്, സീരിയസ് അല്ല. കുട്ടിയുണ്ട്, അപ്പുറത്തെ കുട്ടിയുടെ ഡേറ്റ് ചെയ്യുന്നു, അപ്പുറത്തെ കുട്ടി ടൈം പാസ്. അപ്പോ അങ്ങനെ ഉണ്ടായി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അത് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അജിത്ത് പറഞ്ഞു ഫ്രണ്ട് അല്ല, അത് ലോവറാന്ന് പറഞ്ഞു. അതും ലവറായിരുന്നു? അതല്ല, അജിത്ത് എന്റെ ഫ്രണ്ട്. അജിത്ത് ലവറാണെന്ന് എന്റെ. അയ്യോ, അവ ഇവളോട് പറഞ്ഞു അത് എന്റെ ഫ്രണ്ട് അല്ല, ലവറാന്ന് പറഞ്ഞു. ആ കുട്ടി പക്ഷെ ലവർ അല്ലായിരുന്നു, ആണ്. അപ്പൊ മുന്നേ അങ്ങനെ പറഞ്ഞിട്ടായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട, എന്നോട് പറഞ്ഞ ലവ് ആക്കുന്നൊന്നും ഞാൻ ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ട. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഇയാളാലോ പൊട്ടി, അതില് പൊട്ടി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മറ്റൊരാളെ തേച്ചതിന് ശേഷമാണ് ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത് ടൈം പാസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷമാണ് ഇത് സീരിയസ് റിലേഷനിലേക്ക് വന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു വർഷം പ്രേമിച്ചതിന് ശേഷമാണ് ഇവർ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അതുപോലെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിച്ച് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും കുട്ടികളല്ലേ, തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വീട്ടുകാർ സ്വീകരിക്കുന്നു. ആ ദാമ്പത്യ ജീവിതത്തിന് ശേഷവും തീർച്ചയായിട്ടും ഇവർ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിക്ക് 19 വയസ്സും, രശ്മ എന്ന് പറയുന്ന ആൾക്ക് 19 വയസ്സും അതുപോലെ തന്നെ പ്രജുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 വയസ്സും മാത്രമേ പ്രായമുള്ളൂ. ഒരു എടുത്തുചാട്ടത്തിൻ്റെ പ്രായത്തിലാണ് ഇവർ കല്യാണം കഴിച്ചത്. അത് ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഇവർ പറയുന്നുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വയസ്സായിരുന്നു രണ്ടുപേർക്കും? എനിക്ക് 18, ഏട്ടന് 21. അപ്പൊ ഇങ്ങനെ അല്ല 21 അങ്ങനല്ല, എനിക്ക് 19. അപ്പൊ എനിക്ക് 19. അപ്പൊ 21 ആയാ? അപ്പൊ യു ആർ വെരി വീക്ക് അറ്റ് മാത്തമാറ്റിക്സ്. 2 വയസ്സ് വ്യത്യാസം ഉണ്ടല്ലേ? അതന്നെ പറഞ്ഞ 2 വയസ്സ് വ്യത്യാസം ഉണ്ട്. എന്നിട്ട് വീട്ടിലെല്ലാരും ഓക്കെ ആയിരുന്നോ? എന്റെ വീട്ടില് ഓക്കെ ആവത്തൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടാ. അതാണ് ഏട്ടന്റെ മണ്ടക്ക് കൊടുക്കണം. മണ്ടക്ക് കൊടുക്കണം, പിന്നെ അല്ലാണ്ട് വീട്ടിൽ പറഞ്ഞില്ലേ? അല്ല, വീട്ടില് അച്ഛനെല്ലാം വന്നിന്, അച്ഛന് അച്ഛന്റെ ഫാമിലിയിലും വന്നിന്, അമ്മനോട് പറഞ്ഞിട്ടാ. അയ്യോ, എന്നിട്ട് അമ്മ കല്യാണത്തിന് വന്നില്ലേ? ഇല്ല, പറയാത്തോണ്ട് എങ്ങനെ അമ്മ അറിഞ്ഞില്ലേ? ഇത് ഭയങ്കര സംഭവല്ലേ. പിന്നെ അമ്മ നിങ്ങൾ എത്ര മക്കളാ? അമ്മ ഈ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നില്ല. അമ്മക്ക് അതിൽ കാരണം എന്ന് പറയുന്നത് ഇവർ 3 മക്കളാണ്. കാസർഗോഡ് ഈ പ്രദേശങ്ങളിലെല്ലാം ആദ്യം പെങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ആങ്ങളുടെ കല്യാണം കഴിക്കാൻ വേണ്ടി അവർ നോക്കുകയുള്ളൂ. ആദ്യം പെങ്ങളെ പറഞ്ഞേക്കുക എന്നുള്ള ഒരു സമ്പ്രദായം അവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും കാത്തു നിൽക്കാൻ നമ്മുടെ പ്രജുലിന്
സമയമില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മ ആ കല്യാണത്തിന് എതിർത്തതും അതുപോലെ തന്നെ ആ കല്യാണം അമ്മയെ അറിയിച്ചില്ല എന്നും അമ്മ പങ്കെടുത്തില്ല എന്നും അവർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത്തരം അസ്വാരസ്യങ്ങളൊക്കെ ആദ്യത്തെ കല്യാണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനുശേഷം വളരെ സന്തോഷകരമായ ഒരു ലൈഫായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അതും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. ഒരു മാസം മുമ്പ് ഈ കല്യാണം വേർപെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയൊരു ആൺസുഹൃത്തുമായിട്ടാണ് താമസിക്കുന്നത്. അതും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ എടുത്തു ചാടിയുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ കെ രശ്മ എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആൺസുഹൃത്ത് എത്രമാത്രം കുറ്റം ചെയ്തിട്ടുണ്ട്, എന്താണ് ഈ മരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെ പല ആംഗിളിൽ നിന്ന് പല ആൾക്കാർ പല കോലത്തിലാണ് വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ അദ്ദേഹത്തെ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അത് കിട്ടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും രേഷ്മയുടെ അച്ഛനും അമ്മയും പറയുന്നത് ആൺസുഹൃത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൂചനകൾ അവർക്ക് കിട്ടിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും എടുത്തുചാട്ടിയുള്ള ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ആ നിമിഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. അത്തരം സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും സമന്വയം പാലിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇത് കാണുന്ന ഈ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ക്ഷമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയവും നമുക്ക് ജീവിതത്തിൽ ഏതായാലും കഴിഞ്ഞു പോകും. തീർച്ചയായിട്ടും ഇനി വരാനുള്ള സമയങ്ങൾ അതിലും നല്ലതും സുന്ദരവും അതുപോലെ തന്നെ സ്നേഹവും സന്തോഷവും എല്ലാം നിറഞ്ഞതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.